മുക്കി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളും എന്നാൽ നമുക്ക് അതിന് നമ്മുടെ ഡെസ്ക് ഡെക്കറായിട്ടും അതുപോലെ ഹോം ഡെക്കറായിട്ടും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാര്യം സിമ്പിളാണ്. ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ 2 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ഇതേപോലെ ഒരു ഷേപ്പിലൊന്ന് വരച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പ് 2 സൈഡിലായിട്ടാണ് കേട്ടോ വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു സൈഡിൽ വരച്ച് കട്ട് ചെയ്തെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം അടുത്തത് വരച്ച് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ വേറെയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ, നല്ല നീളത്തിൽ. അപ്പോൾ അതിനതാ ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇത് കണ്ടപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഞാൻ ഇനി ബേസ് കോട്ടായിട്ട് നമ്മുടെ ചുമരിലൊക്കെ അടിക്കുന്ന പെയിൻറ്റില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പ്യുവറായിട്ട് വൈറ്റൊന്നും അല്ല, ഒരു എന്താ പറയുക, ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാം, ആ ഒരു ഷെയ്ഡാണ്. എന്നിട്ട് താഴ്ഭാഗത്ത് ബ്ലാക്ക് കളർ വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആനിമൽ പ്ലാന്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തായി വരുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബേസ് കോട്ട് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഇനി കണ്ണ് വരയ്ക്കാനായിട്ട് ഏറ്റവും സിമ്പിളാണ്. 2 സെമി സർക്കിൾ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ബാക്കി ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ണിലെ കൃഷ്ണമണിയോ അതിലൊന്നും നമുക്ക് ഇനി വേറെ പെയിൻറ്റ് അടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. ആ കണക്കിന് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ ചെവിക്കും ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളറാണ് കേട്ടോ അടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ചെവിക്ക് ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തപ്പോൾ എന്തോ ഒരു കുറവ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ആ അടപ്പിൻ്റെ പോർഷനിൽ അടിച്ചിരിക്കുന്ന ആ സ്കിൻ കളറില്ലേ, അത് വെച്ചിട്ടാണ് ബാക്കി ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തത്. അപ്പോൾ മൂക്കിലും ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ കണ്ണ് എങ്ങനെയാണ് നമ്മൾ വരച്ചെടുത്തത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ പോർഷനും വരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തതുകൊണ്ട് ഇപ്പോൾ ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അതെടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെ ചെവിയൊക്കെ നന്നായിട്ട് തന്നെ കളറൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കളേഴ്സൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിൻ്റെ പുറത്ത് നമ്മൾ വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ കുറച്ച് മണ്ണെടുത്ത് അതിലോട്ട് ഇട്ടു. എന്നിട്ടൊരു ചെടിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിപ്പോൾ ഹോം ഡെക്കറായിട്ടോ അല്ലെങ്കിൽ ഡെസ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പോട്ടെ നിസ്സാര ഒരു പെൻസിൽ കേസായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണോ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഇത്രയും ഞാൻ വച്ചപ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിച്ച കണക്കൊന്നും വന്നില്ല കേട്ടോ. ഞാൻ വെച്ചാൽ ഇത് സംഭവം ആകെപ്പാടെ കുളമായി എന്ന് ഞാൻ തന്നെ വിചാരിച്ചു. പക്ഷെ ഞാൻ ഇത് നോക്കിയതിൻ്റെ മിസ്റ്റേക്കായിരുന്നു. ഞാൻ പിന്നെ ബാക്കിലോട്ട് ഇറങ്ങി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും സംഭവം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ നല്ല തലയൊക്കെ നല്ല ആട്ടത്തോട് കൂടിയിട്ട് എനിക്ക് ഈ ഡെക്കർ കിട്ടിയിട്ടുണ്ട്.